ബോസ് മത്സരാർത്ഥികളുടെ ശമ്പളം എത്രയാണ്? ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ശമ്പളം എത്ര രൂപയൊക്കെയാണ്, അതുപോലെ തന്നെ അത് ഡെയിലി ബേസിസിൽ എത്തരത്തിലൊക്കെയാണ് മാറുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സരാർത്ഥികളും ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ദിവസം 10,000 രൂപ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ഓരോ മത്സരാർത്ഥിയും എവിക്റ്റായി പുറത്തു പോകുന്നതിനനുസരിച്ച് പുറത്തു പോകുന്നവരുടെ ശമ്പളം എത്രയാണോ അത് വേണ്ട രീതിയിൽ അത്തരത്തിലാണ് മാറുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് എവിക്റ്റായി പുറത്തു പോകുന്ന ഓരോ മത്സരാർത്ഥിയുടെയും ശമ്പളം അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മത്സരാർത്ഥികൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് ഒരാൾക്ക് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 10,000 രൂപയാണെങ്കിൽ അത് ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു രണ്ടാൾക്കാരുള്ളെങ്കിൽ അത് രണ്ടാൾക്കാർക്ക് മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ഒരു 10-40 ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ അത് വേണ്ട രീതിയിൽ അവർക്ക് എത്തരത്തിലൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ പോകുന്നത് ഇൻസ്റ്റാഗ്രാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റസ് ആണ്. അപ്പൊ ഇതിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഡാറ്റയുടെ ബേസിസിലാണ് എന്തായാലും ഈ സാലറി ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ഇവിടെ എന്തായാലും ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ 4 മത്സരാർത്ഥികളാണ് എന്തായാലും എവിക്റ്റ് എന്തായാലും പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ 40,000 രൂപ. അതായത് ഏതൊക്കെ മത്സരാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ബിജു, ആരാധ്യ, നിതിൻ, റാഷ, ഈ 4 ആൾക്കാർ 40,000 രൂപ ഏതൊക്കെ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മത്സരാർത്ഥികളിലേക്കും ചെന്നെത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ലോലീറ്റയാണ്. ലോലീറ്റയുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. അതിനകത്തേക്ക് ഒരു 4,000 രൂപ എന്നാലും ഇപ്പോൾ ഒരു എക്സ്ട്രാ ആയിട്ട് എന്തായാലും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 14,000 രൂപ എന്ന രീതിയിൽ എന്തായാലും ലോലീറ്റയ്ക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് ഈ ദിവസം എന്തായാലും ലഭിക്കുന്നുണ്ട്. പിന്നെ നാളത്തെ ദിവസത്തിനകത്ത് പെർഫോമൻസ് ഡൗൺ ആകുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും കുറയും. അതായത് ബേസ് സാലറി എന്ന് പറഞ്ഞാൽ 10,000 കിട്ടും. പക്ഷെ അതിനകത്ത് എക്സ്ട്രാസ് ആയിട്ട് വരുന്ന 4,000 അല്ലെങ്കിൽ എത്രയാണോ തുക അത് ഓരോ ദിവസത്തിനനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന എക്സ്ട്രാ ബോണസും അതിനനുസരിച്ച് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരാൾ വീക്കായി പോവുകയാണെങ്കിൽ അയാളുടെ ഒരു എക്സ്ട്രാസും കൂടി ഈ പറയുന്ന ലോലീറ്റ് അല്ലെങ്കിൽ ആരായിക്കോട്ടെ അവർക്ക് ആ ഒരു എക്സ്ട്രാസും കൂടി കൂടുതലായിട്ട് ആഡായിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിലാണ് എന്തായാലും സാലറി എന്നാലും മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്നത്തെ ലോലീറ്റയുടെ സാലറി എന്ന് പറയുന്നത് ദിവസം 14,000 രൂപ എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പൂജയാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഓഡിയൻസിൽ പല ആൾക്കാർക്കും പൂജ ഒന്ന് എവിക്റ്റായി പുറത്തു പോയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ വരെ തോന്നിയിട്ടുള്ള ഒരുപാട് ഹെയ്റ്റ് എന്നാലും പൂജയ്ക്ക് ഇതിന് എന്തായാലും വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം കൂടുതലൊരു സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊരു ശമ്പളത്തിനകത്തൊരു കൂടുതലൊരു ബോണസും കാര്യങ്ങളും എല്ലാം കയറിയിട്ടുള്ള ആള് പൂജ തന്നെയാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷോ നമുക്കറിയാം ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പൊ ഈ പറഞ്ഞ കാണുന്ന ഓഡിയൻസിനെ അടക്കം ട്രിഗർ ചെയ്ത് ആ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റി ഈ ഒരു ഷോയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നതാണ് ഉറപ്പായിട്ട് വിടുന്ന ഓരോ മത്സരാർത്ഥികളുടെ ഒരു ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്റർടൈൻ ചെയ്യിക്കുക. എന്റർടൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പറയുന്ന ഫൺ കാര്യങ്ങൾ മാത്രമല്ല ഈ പറയുന്ന ട്രിഗർ ചെയ്തും അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്താനെ എന്നുള്ള രീതിയിൽ വരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ കാണുന്ന ഓഡിയൻസിനെ അവർ ട്രിഗർ ചെയ്ത് ഈ ഒരു ഷോയുടെ ഭാഗമാക്കുക എന്നുള്ള രീതിയിലാണ് എന്നാലും ഈ ഷോ എന്നാലും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ വിജയമാക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിൽ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യിപ്പിക്കാൻ എന്നാലും പൂജയ്ക്ക് എന്നാലും സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 15,000 രൂപ എന്നുള്ള രീതിയിൽ വരെ എന്നാലും ബോണസ് ആയിട്ട് എന്നാലും പൂജയ്ക്ക് എന്നാലും കയറിയിട്ടുണ്ട്. അതായത് പൂജയുടെ ബേസ് സാലറി എന്ന് പറയുന്നത് 10,000 ആണ്. അതിനകത്തേക്ക് ഒരു 15,000 കൂടി എക്സ്ട്രാ വന്നിട്ട് ഇപ്പൊ ഒരു 25,000 രൂപ ഒരു ദിവസം എന്ന രീതിയിൽ എന്നാലും പൂജയ്ക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് അലകനന്ദയാണ്. അലകനന്ദനും ബേസ് സാലറി എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. അതിനകത്തേക്ക് ഒരു 3,000 കൂടി ആഡ് ആയിട്ട് 13,000 ഒരു ദിവസം എന്ന രീതിയിൽ വരെ എന്തായാലും അലകനന്ദയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ ആളെന്ന് പറയുന്നത് സോണ അലക്സ് ആണ്. സോണ അലക്സിനാണെങ്കിൽ 3,000 രൂപ എക്സ്ട്രാ എന്തായാലും ആഡായിട്ട് ഇപ്പോൾ 13,000 രൂപ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രണവാണ്. പ്രണവിനാണെങ്കിൽ ഒരു 1,000 രൂപയായിരിക്കും എക്സ്ട്രാ ബോണസ് ആയിട്ട് എന്തായാലും കയറി ചെയ്യുന്നത്. അപ്പോൾ 11,000 എന്നുള്ള രീതിയിൽ എന്തായാലും ലഭിക്കുന്നുണ്ട്. പിന്നെ അഭിരാമാണ്. അഭിരാം എന്തായാലും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. അഭിരാമിന് എന്തായാലും എക്സ്ട്രാ ആഡായിരിക്കുന്ന ഒരു 3,000 ആണ്. അപ്പോൾ 13,000 രൂപ ഒരു ദിവസം എന്നുള്ള രീതിയിൽ എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും ലഭിക്കുന്നുണ്ട്. പിന്നെ പൂജ ശരത്താണ്. പൂജ ശരത്തിന് ഒരു 1,000 രൂപ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും എന്നാലും ഇപ്പോൾ നിലവിൽ എന്തായാലും കയറിയിട്ടുള്ളത്. കാര്യം ഫസ്റ്റ് ഡേ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു അറ്റൻഷൻ പിടിച്ചു പറ്റാനും നല്ല രീതിയിലൊരു പ്രധാന കണ്ടന്റായി മാറിയ ഒരാളാണ്. പക്ഷേ സെക്കൻഡ് ഡേയിലേക്ക് വരുന്ന സമയം കുറച്ച് സൈഡായി പോകുന്നുണ്ട്. ഇപ്പൊ തേർഡ് ഡേയിലാണെന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഷൈൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും പൂജാചാരത്തിന് എന്തായാലും സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് ഒക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ഒരു 1,000 രൂപ എന്ന രീതിയിൽ എന്തായാലും പൂജാചാരത്തിന് എക്സ്ട്രാ ആയിട്ട് എന്തായാലും കയറിയിട്ടുണ്ട്. പിന്നെ താശിയാണ്. താശിക്കാണെങ്കിലും 3,000 രൂപ എക്സ്ട്രാ എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ 13,000 രൂപ ഒരു ദിവസം എന്ന രീതിയിൽ എന്തായാലും താശിക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ശ്യാം ഷാജിയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു 2,000 രൂപ എക്സ്ട്രാ എന്തായാലും കയറിയിട്ട് 12,000 രൂപ ഒരു ദിവസം എന്നുള്ള രീതിയിൽ എന്തായാലും അദ്ദേഹത്തിനും സാലറിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ രാകേഷാണ്. രാകേഷ് ഒരു 3,000 രൂപ വരെ എന്തായാലും എക്സ്ട്രാ ആഡായിട്ടുണ്ട്. കാര്യം നമുക്കറിയാം നല്ല രീതിയിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് രാകേഷ്. അദ്ദേഹത്തിന്റെ ഒരു മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഡീലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ കാണുന്ന ഓഡിയൻസിൽ ഒരു ചിരി പടർത്താനായിട്ട് അദ്ദേഹത്തിന് എന്തായാലും സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് കയറി വരാനുള്ള സാധ്യത ഉറപ്പായിട്ടും രാകേഷിൽ എന്നാലും കാണുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ആളെന്ന് പറഞ്ഞാൽ ഷിജുലാലാണ്.
അദ്ദേഹത്തിനാണെങ്കിൽ ഒരു 2000 രൂപ എക്സ്ട്രാ എന്ന രീതിയിൽ എന്തായാലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 12,000 രൂപ ഒരു ദിവസം എന്ന രീതിയിലൊക്കെ ഒരു അദ്ദേഹത്തിന് എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും ശമ്പളം ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ശമ്പളങ്ങൾ മാറി മറിയും. അതായത് ഇന്നത്തെ ദിവസം അവർ ഡൗൺ ആണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു സ്ക്രീൻ സ്പേസോ കാര്യങ്ങളൊന്നും അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ശമ്പളം, ഈ പറയുന്ന എക്സ്ട്രാ ബോണസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറുകയും അത് നല്ല രീതിയിൽ ആരാണോ ഷൈൻ ചെയ്യുന്നത് അവർക്ക് ഷൈൻ ചെയ്യുന്ന ആൾക്കാരിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് നോർമലി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും നടക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ സീസൺ 8ലും നമുക്ക് അടുത്ത ദിവസങ്ങൾ ഇത്തരത്തിലൊക്കെ മാറി മറിയും എന്നുള്ളത് എന്തായാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുകയാണ്, ഇതെല്ലാം അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിസിൽ മാത്രം നമ്മൾ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് 100% ഇത് ഒഫീഷ്യലി ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നോ ജിയോട്ട് സ്റ്റാറിന്റെ സൈഡിൽ നിന്നോ ഏഷ്യാന്റെ സൈഡിൽ നിന്നോ ഒന്നും പുറത്തു വിട്ടിരിക്കുന്ന ഡാറ്റാസ് അല്ല. ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇതിലൂടെ ഒരുപാട് ഡാറ്റാസ് ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അതിനകത്തൊരു പരിധിവരെ ശരിയാണ് എന്ന് തോന്നുന്ന ഡാറ്റാസിന്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സാലറി ഡാറ്റയിലെല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണോ ഈ പറയുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.